സദാചാരം എന്ന് വെച്ചാൽ അത് അന്യരുടെ ചില സ്വകാര്യതകളിലേക്ക് എത്തി നോക്കാൻ ചിലർക്കുള്ള ഒരു അവകാശമായി, ചില ലൈസൻസായി കാണുന്ന ഒന്നായി പലപ്പോഴും അതിനെ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ചിലരൊക്കെ ചിന്തിക്കാറുണ്ട് സദാചാരം എന്ന് വെച്ചാൽ അത് കാലഹരണപ്പെട്ടു പോയ എന്തോ ചില കാര്യങ്ങളാണ്. ചിലരൊക്കെ ചിന്തിക്കാറുണ്ട് സദാചാരം, അതും ഇന്നത്തെ കാലത്ത് സദാചാരമൊക്കെ പറയുക എന്നത് എത്രമാത്രം പ്രാകൃതമാണ്. നിങ്ങൾ ഇപ്പോഴും കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ തീരെ മാറാത്ത ചില പ്രാകൃതരാണല്ലോ എന്നൊക്കെ പല രൂപത്തിൽ സദാചാരത്തെ നോക്കിക്കാണുന്ന ആളുകളെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പല ആശയങ്ങൾ ഇന്ന് ക്യാമ്പസുകൾക്കും സ്കൂളുകൾക്കും മുമ്പിൽ വരെ നമ്മൾ അതിന്റെ അനുരണനങ്ങൾ കണ്ടുവരികയാണ്. നിങ്ങൾ നോക്കൂ, ക്യാമ്പസുകൾക്ക് മുമ്പിൽ സദാചാരം പടിക്ക് പുറത്ത് എന്ന് അതിന്റെ ഏറ്റവും പുറത്തുള്ള എൻട്രൻസിൽ എഴുതി വെക്കണമെങ്കിൽ സദാചാരത്തെ ഈ ക്യാമ്പസിനകത്ത് തൊട്ടുതീടെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ക്യാമ്പസുകളിലുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. അവിടെ പലപ്പോഴും സദാചാരത്തിനപ്പുറം തുറിച്ചു നോക്കേണ്ടതില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന രൂപത്തിൽ ഇവിടെ ധാർമ്മികതയ്ക്കോ സദാചാരത്തിനോ മൂല്യങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്നുറക്കെ പറയുന്ന രൂപത്തിലേക്ക് ഇന്നിന്റെ ക്യാമ്പസുകളും കലാലയങ്ങളും മാറി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്.